CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ 27 വരെ പ്രതിനിധി സമ്മേളനം നടക്കും. ഇന്ന് രാവിലെ 10:00-ക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആജ്ഞാ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ മുഖ്യമന്ത്രിയുടെ ഒക്കെ സാന്നിധ്യമുണ്ട് വൈകുന്നേരം അവിടെ എന്നാണ് മനസ്സിലാകുന്നത്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത് 371 ഏരിയ കമ്മിറ്റി അംഗങ്ങളും 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് 417 പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും കൂത്താട്ടുകുളം ഒരു പ്രധാന ചർച്ചയാകും ജില്ലാ സമ്മേളനത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എറണാകുളത്തെ, അതായത് ജില്ലയിലെ CPM-നെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന, സംസ്ഥാനത്ത് തന്നെ ഏറെയും ചർച്ചയെടുത്തിട്ടുള്ള കൂത്താട്ടുകുളം തന്നെ ആയിരിക്കും ജില്ലാ സമ്മേളനത്തിലെ പ്രധാന ചർച്ചയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുള്ള പാളിച്ചകൾ, അതിലുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും പരാജയ കാരണങ്ങളൊക്കെ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 27 ജില്ലാ സമ്മേളനം അവസാനിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും 27 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ടൗൺ ഹാളിൽ 10 മണിക്കാണ് 10:30-യോടെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ചിട്ട് ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായി നടക്കുന്ന CPM-നെതിരെ നടക്കുന്ന പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ വലിയ പ്രതിസന്ധിയിൽ CPM-നെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ CPM-ന്റെ ജില്ലാ സമ്മേളനം എറണാകുളത്തെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അങ്ങേയറ്റം നിർണായകമാണ്. CPM-ന്റെ എറണാകുളം സമ്മേളനത്തിൽ തുടക്കമാവുകയാണ്. നമുക്കറിയാം, വിവിധ ജില്ലകളിലായി സമ്മേളനങ്ങൾ പുരോഗമിച്ചപ്പോഴൊക്കെ പലവിധ ചർച്ചകൾ കടന്നു വന്നിരുന്നു. എറണാകുളമൊക്കെ വിഭാഗീയത ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ജില്ല കൂടിയാണ്. അവിടെ സമ്മേളനത്തിൽ അതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള